السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله. بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا لنحيي به بلدة ميتة ونسقيه مما خلقنا أنعاما وأناسيا كثيرا. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തിനുള്ള തെളിവാണ് മഖ്ലൂഖുകൾ, സൃഷ്ടികൾ. ആകാശം മുതൽ ഭൂമി വരെ വ്യാപിച്ചു കിടക്കുന്ന സർവ സൃഷ്ടിചരാചരങ്ങളും അല്ലാഹുവിൻ്റെ വജൂദിൻ്റെ, അല്ലാഹുവിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മാതാവാണ്, ഖാലിഖാണ്, സാനിആണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചും അവകളുടെ സഞ്ചാരത്തെക്കുറിച്ചും വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന മഴ അല്ലാഹുവിൻ്റെ മാത്രം നിർമ്മിതിയാണ്. ലോകത്ത് ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു വസ്തുവിനോ ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കാൻ കഴിയില്ല. മഴ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ മഴ നിലച്ചു പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യന്റെയും മനുഷ്യേതര ജന്തുക്കളുടെയും ജീവിതം ദുസ്സഹമായി പോകും. അല്ലാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ ജുമുഅയുടെ ഖുതുബയ്ക്ക് വേണ്ടി മിമ്പറിൽ നിൽക്കുമ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങളുടെ മൃഗങ്ങളും നാൽക്കാലികളും ചത്തൊടുങ്ങുകയാണ്. കാരണം ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുന്നില്ല. ഞങ്ങളുടെ പ്രദേശങ്ങളിലെ തോട്ടങ്ങളിൽ നിന്ന് ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും വിളയുന്നില്ല. കാരണം
മഴയില്ലാത്തതിന്റെ പേരിൽ ആ സസ്യങ്ങളൊക്കെ കരിഞ്ഞമർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ദുആയിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ദുആയിലു അല്ലാഹു മഴ വർഷിപ്പിച്ചു. അവര് ജുമുഅയ്ക്ക് മസ്ജിദുൽ നബവിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ മഴ തുടങ്ങി. നിലയ്ക്കാതെ പെയ്ത ആ മഴ അടുത്ത ജുമുഅ വരെയും നീണ്ടു നിന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത ജുമുഅയ്ക്ക് മസ്ജിദുൽ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതുമ്പോൾ ആ സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് മഴ നിലയ്ക്കാൻ വേണ്ടി ദുആയിരക്കണം. കാരണം ഇനിയും മഴ തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടുകളൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. പ്രളയം ബാധിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ദുആയിരുന്നു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ വഅലൽ ആകാമി വന്നിറാബി വബുത്തൂനിൽ ഔദിയതി വമനാബിതി സജരി. അല്ലാഹുവേ, ഞങ്ങൾക്കിപ്പോൾ മഴയുടെ ആവശ്യം തീർന്നു കഴിഞ്ഞു, ഞങ്ങളുടെ മേൽ ഇനിയും നീ മഴ വർഷിപ്പിക്കരുത്. എന്നാൽ മഴ നിന്റെ അനുഗ്രഹമാണ്. മറ്റു പ്രദേശത്തിലേക്ക് ആ മഴ ആവശ്യമുണ്ട്, ആ പ്രദേശത്തിലേക്ക് നീ മഴ വർഷിപ്പിക്കണം. വഅലൽ ആകാമി വന്നിറാബി വബുത്തൂനിൽ ഔദിയതി. കുന്നുകളുടെ മേൽ, പർവ്വതങ്ങളുടെ മേൽ, മലമ്പ്രദേശങ്ങളുടെ ഇടയിൽ നീ മഴ വർഷിപ്പിക്കുന്നതിലൂടെ പ്രളയത്തിന്റെ കെടുതി മനുഷ്യർക്കും ജന്തുക്കൾക്കും സംഭവിക്കില്ല. അതുപോലെ തന്നെ അല്ലാഹു വൃക്ഷങ്ങൾ മുളയ്ക്കുന്നിടത്ത് ഈ മഴ വർഷിച്ചു കഴിഞ്ഞാൽ അതിലൂടെ വൃക്ഷങ്ങൾ സമൃദ്ധിയായി വിളയുന്നതിനും അത് കായ്ക്കുന്നതിനും കാരണമായി തീരും. മഴ കൂടുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന ദുആയാണ്. മഴയെ നിരുപാധികം അവസാനിപ്പിക്കണം എന്നല്ല ദുആയിലുള്ളത്. മഴ ഒരു പ്രദേശത്ത് വർഷിച്ചു, ആ പ്രദേശത്ത് പ്രളയമുണ്ടായാൽ അടുത്ത പ്രദേശത്ത് ആ മഴയുടെ ആവശ്യമുണ്ടാകും. ആവശ്യക്കാർക്ക് വേണ്ടി ദുആയിരക്കാൻ ആ പ്രവാചകൻ പഠിപ്പിച്ചു. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ അല്ലാഹുവിന്റെ അനുഗ്രഹമായി വർണ്ണിച്ചിട്ടുണ്ട്. ഹുവല്ലദീ യുനസ്സിലുൽ ഗൈഥ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയ്യുൽ ഹമീദ്. ഹുവല്ലദീ യുനസ്സിലുൽ ഗൈഥ മിൻ ബഅദി മാ ഖനതു. മനുഷ്യർ മഴയിൽ നിന്നും നിരാശരായതിനു ശേഷം അല്ലാഹു അവർക്ക് മഴ വർഷിപ്പിക്കുകയാണ്. അല്ലാഹു അവന്റെ കാരുണ്യത്തെ അവരിലേക്ക് ചുരിഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു സ്തുത്യർഹനായ രക്ഷാധികാരിയാണ്. മഴ എന്നുള്ളത് ലോകത്താർക്കും വർഷിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. വെള്ളം നിർമ്മിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്, കണ്ടന്റുകൾ കൊണ്ട് നിർമ്മിതിയായി വെള്ളങ്ങൾ ഉണ്ടാക്കുമ്പോഴും നാച്ചുറലായ ആ മഴയുടെ അതിന്റെ ആരോഗ്യവും അതിന്റെ സമ്പൂർണതയും മറ്റൊന്നിലും ലഭ്യമല്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കപ്പെട്ട കാര്യം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സേവകൻ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ തോട്ടത്തിലെ സസ്യങ്ങളൊക്കെ കരിഞ്ഞമർന്നിരിക്കുകയാണ്. കാരണം ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുന്നില്ല. സഹാബി മുസല്ല കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, ലോട്ടയിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഖാദിമ സഹാബിയുടെ നിർദ്ദേശപ്രകാരം ലോട്ടയിൽ വെള്ളം കൊണ്ടുവന്നു, മുസല്ല വിരിച്ചു. അനസ് റളിയല്ലാഹു അൻഹു wudu എടുത്തു, മുസല്ലയിൽ നമസ്കരിച്ചു. സേവകനോട് ചോദിച്ചു, വെള്ളത്തിന്റെ എന്തെങ്കിലും ക്രമീകരണം ഉണ്ടായോ? ഖാദിം പറഞ്ഞു, നമുക്ക് ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹു വീണ്ടും അല്ലാഹുവിനോട് ദുആയിരുന്നു നമസ്കരിച്ചത്. ഖാദിമിനോട് ചോദിച്ചു, മഴയ്ക്കുള്ള എന്തെങ്കിലും ഏർപ്പാടുണ്ടായോ? ഖാദിമ പറഞ്ഞത്, ആകാശത്തിൽ കാർമേഘ കൂട്ടങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്, മഴ വർഷിക്കാൻ സാധ്യതയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു വീണ്ടും 2 റക്അത്ത് നമസ്കരിച്ചു. ആകാശത്തിൽ നിന്ന് കുത്തിച്ചൊരിക്കുന്ന മഴ വർഷിക്കുകയാണ്. സഹാബി ഖാദിമിനോട് പറഞ്ഞു, ഇർകബിൽ ഫറസല്ലദീ ബഅസ ബിഹി ബിശ്ർ ബിൻ ശുആഫ്.
നമുക്ക് വേണ്ടി അയച്ചു തന്ന കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് എവിടം വരെ മഴ വർഷിച്ചു എന്ന് നോക്കി വരിക. ആദ്യമ മഴ എവിടം വരെ വർഷിച്ചു എന്ന് നോക്കാൻ വേണ്ടി ആ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. തോട്ടത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തിട്ട് മടങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ തോട്ടത്തിന്റെ ബോർഡറിന്റെ പുറത്ത് ഒരു തുള്ളി മഴ പോലും വർഷിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ തോട്ടത്തിൽ മഴ വർഷിക്കാത്തതായിരുന്നു, പടച്ചവൻ നിങ്ങളുടെ തോട്ടത്തിൽ മഴ നിന്നു. മഴ എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ മാത്രം നിർമ്മിതിയാണ്. ഈ മഴയിലൂടെ മനുഷ്യൻ അല്ലാഹുവിനെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മഴയെക്കുറിച്ച് വർഷിച്ചിട്ടുണ്ട്. വല്ലദീ അർസല الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا لنحيي به بلدة ميتا ونسقيه أنعاما كثيرا ونسقيه مما خلقنا أنعاما وأناسيا كثيرا ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا هو الذي أرسل الرياح بشرا بين يدي رحمته അല്ലാഹുവിന്റെ കാരുണ്യം സുവിശേഷമായുള്ള കാറ്റിനെ അല്ലാഹു അയക്കുകയുണ്ടായി. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറാ, ശുദ്ധമായ മഴയെ നാം ആകാശത്തിൽ നിന്ന് വർഷിക്കുകയുണ്ടായി. ലിനുഹ്യ ബിഹി ബൽദതൻ മൈതാ, ആ മഴയിലൂടെ നിർജീവമായ ഭൂമി സജീവമാകുകയാണ്. ونسقيه مما خلقنا أنعاما وأناسيا كثيرا, ആ മഴയിലൂടെ നാം സൃഷ്ടിച്ച നാൽക്കാലികൾക്കും ധാരാളം മനുഷ്യർക്കും നാം വെള്ളം കുടിപ്പിക്കുകയാണ്. وَلَقَدْ صَرَّفْنَاهُ بَيْنَهُمْ لِيَذَّكَّرُوا, ആ മഴയുടെ വെള്ളത്തിനെ എല്ലാവരിലേക്കും നാം സപ്ലൈ ചെയ്യുന്നത് അവര് ചിന്തിച്ചാലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. فَأَبَى أَكْثَرُ النَّاسِ إِلَّا كُفُورًا, എന്നാൽ ഈ അനുഗ്രഹത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് പകരം നന്ദി രേഖപ്പെടുത്തുന്നതിന് അവന്റെ മനസ്സ് വിസമ്മതം കാട്ടുകയാണ്. മനുഷ്യന്റെ പ്രകൃതിയ മഴ, ഇത് യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരുടെയും നിർമ്മിതിയല്ല എന്ന് ബോധ്യപ്പെടും. മഴയാകട്ടെ, കാർമേഘമാകട്ടെ, നീരാവിയാകട്ടെ, കാറ്റാകട്ടെ, ഇതെല്ലാം പടച്ചവന്റെ നിർമ്മിതിയാണ്. ഈ മഴ വർഷിക്കുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന ദുആകൾ തന്നെ സ്വീകരിക്കപ്പെടും. അല്ലാഹുവിന്റെ അനുഗ്രഹം വർഷിക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുഫ്തഹു അബ്വാബുസ് സമാ വയസ്തജാബു ദുആഇ ഫി അർബഇ മവാത്തിൻ ഇൻദ ഇൽതിഖാഇ സുഫൂഫി ഫീ സബീലില്ലാഹ് വഇൻദ നുസൂലിൽ മത്രി وعند قامة الصلاة وعند رؤية الكعبة. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, 4 വേളകളിൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആ സമയത്ത് ഒരു ദാസൻ ചെയ്യുന്ന ദുആയെ സ്വീകരിക്കപ്പെടും. ഒന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ വിജയത്തിനു വേണ്ടി ധർമ്മത്തിന്റെ പോരാളികളായി കൊണ്ട് അധർമ്മത്തിനെതിരെ പോരാടുന്ന അണികളിൽ സഫുകളിൽ നിൽക്കുന്ന വേളയിൽ. രണ്ടാമതായി മഴ വർഷിക്കുന്ന വേളയിൽ, മഴ വർഷിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവോട് നന്നായി ദുആ സ്വീകരിക്കപ്പെടുന്നു. മൂന്നാമതായി നമസ്കാരത്തിന്റെ വേളയിൽ അല്ലാഹുവിനോട് നമസ്കാരം കഴിഞ്ഞിട്ട് നാം ചെയ്യുന്ന ദുആകൾ, പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും. നാലാമതായി കഅബയെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന വേളയിൽ, കഅബയെ കാണുന്ന വേളയിൽ നാം ചെയ്യുന്ന ദുആകളെയും പടച്ചവൻ സ്വീകരിക്കും. മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ലോകത്താർക്കും അതിനെ നിർമ്മിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സാനിആണ്, ഖാലിഖാണ്, അവൻ സൃഷ്ടാവാണ് എന്ന് വിളിച്ചറിയിക്കുന്ന മഹാസത്യമാണ് അവന്റെ സൃഷ്ടികൾ. ഈ സൃഷ്ടികളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചു വരേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, അല്ലാഹുവിന്റെ ദാത്തിന്റെ വുജൂദ് അഥവാ അല്ലാഹുവിന്റെ അസ്തിത്വം. സൃഷ്ടികളിലൂടെ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിനെ പഠിക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر أفلا ينظرون അവർ ചിന്തയോടെ നോക്കുന്നില്ലയോ? നളറ എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ കേവലം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനല്ല പറയുന്നത്. നേരെ മറിച്ച് അവന്റെ മസ്തിഷ്കം കൊണ്ട് ചിന്തയോടുകൂടി ഒരു സൃഷ്ടിയിലേക്ക് നോക്കുക, അതിനാ നളറ എന്ന് പറയും. ചിന്തയോടെ അവൻ നോക്കുന്നില്ലേ ഇലൽ ഇബ്ലി ഒട്ടകത്തിലേക്ക്, കൈഫ ഖുലിഖത് അതിനെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ഒരു മനുഷ്യൻ ഒട്ടകത്തെ ചിന്തയോടുകൂടി നോക്കുകയാണെങ്കിൽ അതിന്റെ സൃഷ്ടിവൈഭവത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് ചിന്തിച്ചാലോചിച്ച് അവന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് ചെന്നണയും എന്ന് സാരം. ഒട്ടകത്തിൽ ധാരാളം ഗുണങ്ങളുണ്ട്, വിനയമുള്ള ജീവിയ ഒട്ടകം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, അൽ മുഅ്മിനൂൻ ഹയ്യിനൂൻ ലയ്യിനൂൻ കൽ ഇബ്ലിൽ ആനിഫ് ഇൻ ഖാദ വഇൻ ഉലിഖ ലാ സഖറത്തിൻ ഇസ്തനാഖ. മുഅ്മിൻ അവന്റെ ഭയമായ പെരുമാറ്റത്തിലും അവന്റെ വിനയത്തിലും കടിഞ്ഞാണിടപ്പെട്ട ഒട്ടകത്തെ പോലെയാണ്. ആ ഒട്ടകത്തിനെ തടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നിന്റെ പിന്നാലെ വരും. ഒട്ടകത്തിന്റെ കടിഞ്ഞാല് വലിയ ആളിലാണോ ശക്തനായ മനുഷ്യന്റെ കരങ്ങളിലാണോ എന്നത് ചിന്തിക്കാറില്ല. ഒരു ചെറിയ കുട്ടിയുടെ കരങ്ങളിലാണ് ഒട്ടകത്തിന്റെ കടിഞ്ഞാണുള്ളത് എങ്കിൽ ആ കുട്ടിയുടെ പിന്നാലെ ഒട്ടകം. ഒരു പർവ്വതത്തിന്റെ മുകളിൽ അതിനെ മുട്ടുകുത്തിക്കുകയാണെങ്കിൽ ആ ഒട്ടകം പറയും, ഈ പർവ്വതത്തിന്റെ മുകളിൽ എങ്ങനെയാ ഞാൻ മുട്ടുകുത്തുന്നത്? അതിന്റെ മുകളിൽ മുട്ടുകുത്താൻ അത് സന്നദ്ധന. അത്രയും അനുസരണയുള്ള വിനയമുള്ള ജീവിയ ഒട്ടകം. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, ഫളാലത്തുൽ ഇബ്ലി, ഒട്ടകം കളഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ കിട്ടി എടുക്കാമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ആ ഒട്ടകത്തിന് കുടിക്കാൻ ആവശ്യമായ ജലാശയം അതിന്റെ ഉള്ളിൽ തന്നെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ജലാശയത്തിൽ പോയി അത് വെള്ളം അതിന്റെ ഉള്ളറയിലുള്ള ജലാശയത്തിൽ സ്വരൂപിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം മരുഭൂമിയിലൂടെ വെള്ളം ആവശ്യമില്ലാതെ അത് യാത്ര ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ അതിന്റെ കുളമ്പിന് വലിയ ശക്തി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര വലിയ മണൽക്കൂനയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലും ആ കുളമ്പുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാദങ്ങൾക്ക് ഇടർച്ചയും പതർച്ചയും സംഭവിക്കൂല. അതുകൊണ്ട് ഒട്ടകത്തിന് കളഞ്ഞെടുക്കണ്ട, അതിന്റെ ഇങ്ങനെയൊക്കെ നടന്നുപോയി നേരെ അതിന്റെ യജമാനന്റെ വീട്ടിൽ തന്നെ ചെന്നു. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت. ആകാശത്തിലേക്ക് അവർ ചിന്തയോടെ നോക്കുന്നില്ലയോ അതിനെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ആകാശത്തിന്റെ താഴെയാണ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഗാലക്സികളും സ്ഥിതി ചെയ്യുന്നത്. വികാലത്ത് ശാസ്ത്രം പറഞ്ഞത് ഇതൊക്കെയാണ് ആകാശം. ആകാശം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇതൊക്കെയാണ് എന്നൊരു കാലത്ത് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യവും അവന്റെ സൃഷ്ടികളെ കുറിച്ച് വിവരിച്ച ഒരു കാര്യങ്ങളെയും മാറ്റേണ്ടി വന്നിട്ടില്ല, തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം നിർമ്മാതാവായ അല്ലാഹു തന്നെയാണ് അതിന്റെ നിർമ്മാണത്തെ കുറിച്ച് വളരെ കൃത്യമായി വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ മാറ്റേണ്ടി വരില്ല, തിരുത്തേണ്ടി വരില്ല.
പർവ്വതങ്ങളെ എങ്ങനെയാണ് നാട്ടപ്പെട്ടത് എന്നവർ ചിന്തിക്കുന്നില്ലയോ? ഭൂമി എങ്ങനെയാണ് വിരിക്കപ്പെട്ടത് എന്നും അവർ ചിന്തയോടെ നോക്കുന്നില്ലയോ? ഈ സൃഷ്ടികളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാതെ അല്ലാഹുവിന്റെ അസ്തിത്വം ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു. ഇന്ന് അല്ലാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കുക എന്ന് പറയുന്ന ഒരു ചിന്താധാര, യുക്തിവാദം, നിരീശ്വരവാദം വളരെ കൂടുതൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. സ്കൂളുകളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന്, യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് കടന്നുകൂടി മുസ്ലിം വീടുകളിലുള്ള ന്യൂ ജനറേഷനെ കാത്തു നിന്നുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിന്റെ അസ്തിത്വം സ്ഥിരപ്പെടുത്തുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവന്റെ സൃഷ്ടികളെ വിവരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന രീതിയും ശൈലിയും അല്ലാഹു വലപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിവ്യ സന്ദേശത്തെ നിഷേധിക്കുന്ന അവസ്ഥ, അറിവ് നേടാനുള്ള മാധ്യമങ്ങൾ, പഞ്ചേന്ദ്രിയം, ബുദ്ധി. ഈ ബുദ്ധിയുണ്ട് എന്നതിനുള്ള തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവില്ല. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ, കാണിക്കാമോ എന്ന് ചോദിക്കുന്നവർ, നിങ്ങളെ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ യുക്തിപരമായി ചോദിക്കുകയാണ്. ആ യുക്തിയെ കാണിച്ചു തരാമോ, കാണിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. യഥാർത്ഥത്തിൽ ബുദ്ധിക്ക് മീതെയുള്ള അറിവിന്റെ പേരാണ് വഹ്യേ ഇലാഹി, ദിവ്യ സന്ദേശം. അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന പ്രത്യേകമായ അറിവാണ് വഹി. ആ വഹിയിലൂടെയാണ് മനുഷ്യന്റെ ജീവിതങ്ങൾ കൃത്യമായി ചിട്ടപ്പെടുത്തേണ്ടുന്നത്. എങ്ങനെയായിരിക്കണം വ്യക്തി, എങ്ങനെയായിരിക്കണം കുടുംബം, എങ്ങനെയായിരിക്കണം സമൂഹം, എങ്ങനെയായിരിക്കണം സമുദായം, എങ്ങനെയായിരിക്കണം സാമ്പത്തിക ഇടപാട്, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായി അല്ലാഹു തന്നെ പ്രവാചകന്മാരിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വിഭാവനം ചെയ്യുന്ന അറിവിനെ വഹി എന്ന് പറയും. അതിന് യുക്തിവാദികൾ, ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായപ്പോൾ പുലർത്തിയ കുറെ കാര്യങ്ങളാണ് വഹി എന്നാണ് പറയുന്നത്. മുഹമ്മദ് ഒരു മാനസിക രോഗിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകത്വത്തെ വിമർശിക്കാൻ വേണ്ടി ചില ആൾക്കാർ നബിതങ്ങളെ കുറിച്ച് നഅൂദുബില്ല ഭ്രാന്തരെന്ന് പറഞ്ഞു. എന്നാൽ അവർക്കൊക്കെ തന്നെയും അത് തന്നെ നിഷേധിക്കേണ്ടി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദും വിശുദ്ധ ഖുർആനും ഇസ്ലാമും മക്കയിലും അറേബ്യൻ രാജ്യത്തിലും ചർച്ചയായപ്പോൾ ഖുറൈശി പ്രമാണികൾ എല്ലാവരും അവരുടെ നേതാവായ വലീദ് ബിൻ മുഗീറയുടെ നേതൃത്വത്തിൽ ഒരു ആലോചനാ യോഗത്തിൽ ഒരുമിച്ച് കൂടി. മുഹമ്മദും ഇസ്ലാമും വിശുദ്ധ ഖുർആനും മക്ക വിട്ട് അറേബ്യൻ ദ്വീപിലേക്ക് പ്രചാരം നേടിയിരിക്കുകയാണ്. ഹജ്ജിന്റെ സീസൺ വരികയാണ്. ഹജ്ജിനു വേണ്ടി ജനങ്ങളൊക്കെ തന്നെയും മക്കയിൽ ഒരുമിച്ച് കൂടുമ്പോൾ, സമ്മേളിക്കുമ്പോൾ അവര് മുഹമ്മദിനെ കുറിച്ച് മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കാനും അദ്ദേഹം വിശുദ്ധ ഖുർആൻ കേൾപ്പിക്കാനും ഇടയായേക്കും. ജനങ്ങളൊക്കെ ഇസ്ലാമിൽ ആകൃഷ്ടരായ ഒരു മുസ്ലിമീങ്ങളായി പോകും. അതുകൊണ്ട് മുഹമ്മദിന്റെ അടുക്കൽ പോകാതിരിക്കുന്നതിന് വേണ്ടി വരുന്ന ഓരോ ഗോത്രക്കാരെയും പ്രദേശക്കാരെയും തടഞ്ഞു നിർത്തി അവർക്ക് തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഉത്ബോധനം നൽകണം. വലീദ് ബിൻ മുഗീറ ചോദിച്ചു, ജനങ്ങളോട് മുഹമ്മദിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? അവരിൽ ഒരു ചിലര് പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഗണിതക്കാരൻ എന്ന് പറയാം, ജ്യോത്സ്യൻ എന്ന് പറയാം. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, ഒരിക്കലും ജ്യോത്സ്യൻ എന്ന് പറയരുത്. കാരണം അവരിൽപ്പെട്ട ആരെങ്കിലും മുഹമ്മദിന്റെ അടുക്കൽ പോയി സംസാരിക്കുകയും സംസാരം കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന്. നിങ്ങൾ കളവ് പറഞ്ഞു എന്ന കാര്യം പ്രചരിക്കുകയും മുഹമ്മദിന്റെ അടുക്കൽ എല്ലാവരും സമ്മേളിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിന്റെ വാചകങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഒരു ജ്യോത്സ്യന്റെ പുലമ്പലുകളല്ല. വേറെ ചിലര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കവി എന്ന് പറയാം. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ കവി എന്ന് പറയുന്നത്. കാരണം കവികളുടെ കവിതാ ശ്ലോകങ്ങളും കവിതകളും ഞാൻ ധാരാളമായി കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്.
അറേബ്യൻ ജനസമൂഹത്തിൽ അതിനെക്കുറിച്ച് ശരിയായ അവബോധമുള്ളവർ മുഹമ്മദിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കള്ളമാണ്, മുഹമ്മദ് നബിയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. വേറെ ചിലർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു മാരണക്കാരനാണെന്ന് പറയാം. സാഹിർ, അദ്ദേഹത്തിന്റെ മാരണം കൊണ്ട്, മന്ത്രം കൊണ്ട് പല ആൾക്കാരുടെയും ഹൃദയത്തെ സ്വാധീനിക്കുന്നതാണ് എന്ന് പറയാം. വലീദ് ബിൻ മുഗീറ പറഞ്ഞു അങ്ങനെയും നിങ്ങൾ പറയരുത്, കാരണം അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കേൾക്കുമ്പോൾ സാഗരീങ്ങളുടെ മാരണക്കാരുടെ വാചകങ്ങളല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടും. വേറെ കുറെ പേര് പറഞ്ഞു അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചൊരു ഭ്രാന്തനാണ് എന്ന് പറയാം. അദ്ദേഹം ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങളൊക്കെ പുലർത്തുന്നയാളാണ്. വലീദ് ബിൻ മുഗീറ പറഞ്ഞു ഒരിക്കലും ഭ്രാന്തനാണ് എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ഭ്രാന്തിനോട് സാദൃശ്യമുള്ള ലെവലേശം കാര്യങ്ങളില്ല. ഇവരവിടെ പോയി കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും കൂടെ ഇസ്ലാമിലേക്ക് കടന്നിരുന്നു. ജനങ്ങൾ ചോദിച്ചു പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത്? വലീദ് ബിൻ മുഗീറ ഇങ്ങനെ ചിന്തിച്ചു എന്താ പറയുന്നത്. ഇതിന് പറയാൻ പറ്റിയ ഒരു കാര്യം സാഹിർ എന്നതാണ്, മാരണക്കാരൻ എന്നതാണ്. കാരണം ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിതാവ് വന്നു കഴിഞ്ഞാൽ മക്കളുമായി ഭിന്നതയിലായി, ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഭാര്യയുമായി പിണക്കത്തിലായി, മക്കൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളുമായി പിണക്കത്തിലായി, കുടുംബക്കാർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെടുകയായി. അപ്പൊ നമുക്ക് പറയാം മാരണം കൊണ്ട് ഇദ്ദേഹം ഭാര്യയെയും ഭർത്താവിനെയും ഭിന്നിപ്പിക്കുന്നയാളാണ്. ഇദ്ദേഹത്തിന്റെ സിഹർ കൊണ്ട് മക്കളെയും മാതാപിതാക്കളെയും ഭിന്നിപ്പിക്കുന്നയാളാണ്, കുടുംബത്തിലുള്ളവരെ ഒറ്റപ്പെടുത്തുന്നയാളാണ്. ഇത് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോഴും തന്നെ നബിതങ്ങൾക്ക് ഇക്കാര്യം അറിയിച്ചു കൊടുത്തു. ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن نزيد كلا إنه كان لآياتنا عنيدا سأرهقه صعودا إنه فكر وقدر فقتل كيف قدر ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر سأصليه سقر. അല്ലാഹു അപ്പോൾ തന്നെ ഇടപെട്ടു, നബിതങ്ങളോട് അറിയിക്കുകയുണ്ടായി ഞാൻ മാത്രം സൃഷ്ടിച്ച വലീദ് ബിൻ മുഗീറയെ എന്റെ അടുക്കലേക്ക് നിങ്ങൾ വിട്ടേക്കുക. ذرني ومن خلقت وحيدا وجعلت له مالا ممدودا. ആ വലീദ് ബിൻ മുഗീറയ്ക്ക് ധാരാളം സമ്പത്തുകൾ നാം നൽകി. വബനീന ശുഹൂദാ, സന്നദ്ധരായി നിൽക്കുന്ന സന്താനങ്ങളെയും നൽകി. വമഹദ്തു ലഹു തംഹീദാ, മറ്റ് ഭൗതികമായ ധാരാളം സൗകര്യങ്ങളും നാം ഒരുക്കി കൊടുത്തു. വീണ്ടും കൂടുതൽ ഭൗതികതയെ ആഗ്രഹിച്ചയാളാണ് വലീദ് ബിൻ മുഗീറ. ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا. നിസ്സംശയം അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവനാണ്. ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് നാം അവനെ കയറ്റുന്നതാണ്. അദ്ദേഹം ചിന്തിച്ചു എന്നിട്ട് വ്യവസ്ഥപ്പെടുത്തി. അല്ലാഹു പറയുകയാണ് അവൻ എങ്ങനെയാണ് വ്യവസ്ഥപ്പെടുത്തിയത്, അവൻ നശിച്ചു പോകട്ടെ. വീണ്ടും അവൻ നശിച്ചു പോകട്ടെ. ചിന്തിച്ചിട്ട് അവൻ വ്യവസ്ഥപ്പെടുത്തിയ കാര്യം എന്താണ്? അവൻ പറയുകയുണ്ടായി മുഹമ്മദിന്റെ ഈ കാര്യം, മുഹമ്മദ് തുടർന്നു വരുന്ന മറ്റുള്ളവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന മാരണം മാത്രമാണ്.
إن هو إلا سحر يؤثر إن هذا إلا قول البشر. മുഹമ്മദ് പറയുന്നത് ഒരിക്കലും ദൈവിക വചനങ്ങളല്ല, മനുഷ്യന്റെ പുലമ്പലുകൾ മാത്രമാണ് എന്ന് വലീദ് ബിൻ മുഗീറ ഹൃദയത്തിൽ ചിന്തിച്ച് ആലോചിച്ച് വ്യവസ്ഥപ്പെടുത്തി പറഞ്ഞതാണ്. അവൻ ആ പറഞ്ഞ കാര്യം അവന് തന്നെ നാശമാണ് എന്ന് അല്ലാഹു പറയും. സഖറത്തിന് പകരമായി വലീദ് ബിൻ മുഗീറയെ സഖർ എന്ന നരകത്തിൽ നാം പ്രവേശിപ്പിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതകാലത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ ഏകത്വം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ നബിതങ്ങളുടെ കുടുംബത്തിൽ നിന്നും പ്രദേശത്തിൽ നിന്നും ദേശത്തിൽ നിന്നും ധാരാളം ശത്രുക്കൾ ഉണ്ടായപ്പോഴും അവർക്കാർക്ക് നബിതങ്ങളെ കുറിച്ച് ഭ്രാന്തരെന്ന് പറയാൻ ധൈര്യമാണ്. ഇന്ന് വഹീനെ കുറിച്ച് കേൾക്കുമ്പോൾ യുക്തിവാദികൾക്കുണ്ടാകുന്ന സ്വാര്യം അവർ പറയുന്നത് ഭ്രാന്തന്റെ പുലമ്പലുകളാണ്. അപ്പൊ അതുകൊണ്ട് വഹിയെ ഇലാഹി അള്ളാഹുവിന്റെ സന്ദേശം പ്രവാചകന്മാരിലൂടെ അള്ളാഹു നൽകി. അതിന് പര്യവസാനം കുറിച്ചുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചയച്ചത്. നബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു കൊടുത്ത സന്ദേശങ്ങളെല്ലാം വളരെ കൃത്യമാണ്, ശരിയായതാണ്. അത് ഖുർആനിന്റെ രൂപേണയാണെങ്കിലും ശരി, ഹദീസിന്റെ രൂപേണയാണെങ്കിലും ശരി, ആദർശപരമായതാണെങ്കിലും ശരി, ആരാധനയുടെ ഭാഗമാണെങ്കിലും ശരി, കുടുംബജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും ശരി, സാമ്പത്തിക ക്രമത്തിന്റെ ഭാഗമാണെങ്കിലും ശരി, സംസ്കാരത്തിന്റെ രീതിയിലാണെങ്കിലും ശരി, ഇക്കാര്യങ്ങൾ മനുഷ്യൻ അവലംബിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ലോകത്ത് വീട്ടിലും കുടുംബത്തിലും നാട്ടിലും ലോകത്തൊക്കെ സമാധാനം ഉണ്ടാവും. ഇസ്ലാമിലൂടെ അങ്ങനെയാ സമാധാനം വന്നത്. സമാധാനം മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് നിർഭയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറം മാത്രമില്ല. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇസ്ലാമിലൂടെ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോൾ ഇറാഖിന്റെ പട്ടണത്തിൽ നിന്നൊരു സ്ത്രീ ഒറ്റയ്ക്ക് ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോവുകയാണ്. എല്ലാ സ്ഥലത്തും നിർഭയത്വം ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹുവിനെ മനസ്സിലാക്കാനും അവന്റെ പ്രവാചകനെ മനസ്സിലാക്കാനും അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശത്തെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.